കണ്ടോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല കറുമുറ എന്നുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ രുചികരവുമാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. നല്ലൊരു റൈസ് പോപ്കോൺ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എന്നാൽ ശരി, കണ്ടാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ആദ്യം നമുക്ക് ചേർക്കേണ്ടത് ചോറാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് നിറയെ തന്നെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് അളവിലാണ് ചോറ് എടുത്തിട്ടുള്ളത്. ഏത് ചോറ് വേണമെങ്കിലും, നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചോറ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിൽ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അതും ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത പച്ചരിപ്പൊടിയാണ്, അരിപ്പൊടി. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് കൈ നന്നായിട്ടിരുന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ടിരുന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാൻ നല്ലതുപോലെ ഇങ്ങനെ വേണം കേട്ടോ നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. കയ്യിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാവണം നമ്മുടെ മിക്സ്. അപ്പോൾ നമ്മുടെ മിക്സെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വറുത്ത പച്ചരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇതിൽ നിന്നും കുറച്ചായിട്ട് മാവ് എടുക്കാം. തീരെ വലിയ സൈസ് എടുക്കരുത്. ഇതുപോലെ ഈ ഒരു കുട്ടി സൈസിനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൈ നനച്ചിട്ടൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊട്ടി പിടിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് കയ്യിലൊട്ടി പിടിക്കും. ഇനി വേണ്ട ഇതുപോലെ ഓരോ സൈസ് ബോൾ ഇങ്ങനെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമ്മുടെ മാവിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം, ഈ ഒരു രീതിക്ക്. അപ്പം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ അത് പിരിഞ്ഞ് പോകത്തില്ല. ചില സമയങ്ങളിൽ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒട്ടുമേ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പ് കൂടി നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇടാനായിട്ട്. നമ്മുടെ മിക്സിൻ്റെ ഒരു പകുതി അളവിലുള്ള മാവ് ഞാനിപ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് മാത്രം നമുക്ക് ആ ഒരു അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് അങ്ങനെ കോട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇനി നമുക്ക് നേരെ തന്നെ ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ മാവ് ഇട്ട് കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എല്ലാ മാവും ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ പരന്ന് നിൽക്കും കേട്ടോ. ഒരു വെള്ള കളറിലാക്കി നമ്മൾ എണ്ണ മാറും. അതിൻ്റെ പേര് തന്നെ എടുത്ത് പറയുന്നത് ലൈറ്റായിട്ട് മാത്രം ഒന്ന് കോട്ട് ചെയ്യാൻ മതിയാവും. ഒരുപാട് കൂടിപ്പോയി, കോട്ട് ചെയ്യുന്നത് നന്നായിട്ട് കൂടിപ്പോയെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് ആ മാവെല്ലാം നന്നായിട്ട് ഈ ബോൾസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ വേണ്ടി നിൽക്കേണ്ട. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും നമ്മൾ മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. എപ്പോഴും ഇട്ട് ഇളക്കണം എന്നുള്ള ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ മാത്രമേ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയത്ത് നമ്മൾ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകണം എന്നുള്ള ആവശ്യമില്ല. ഇതാ ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഒരുപാട് സമയമായിട്ട് മുരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സെക്ഷൻ എന്താ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിൽ നിന്നും ഇത്രയും അളവിനാണ് കേട്ടോ നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, പുറം ഭാഗം ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ. ഉള്ളിൽ കുറച്ച് സോഫ്റ്റും ഉണ്ടാവും. അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വീട്ടിൽ ഇനി ബാക്കി ചോറൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഞാനിതിൽ പറഞ്ഞ ആ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്നുകിൽ പുട്ടുപൊടിയിലോ അല്ലെങ്കിൽ അരിപ്പൊടിയിലോ ഇതൊന്ന് കോട്ട് ചെയ്തിടണം.
അപ്പോൾ ഇതിന് പറ്റാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിൽ കുറച്ച് അരിപ്പൊടി ചേർത്തില്ല ഇതിൽ ആ അരിപ്പൊടിയുടെ അളവ് ഒരു 2-3 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ഒന്ന് കൂട്ടിയിട്ട് ചേർത്തിട്ട് നമുക്ക് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് കോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ പിരിഞ്ഞു പോകുന്നത് വരാതിരിക്കാൻ ആ കൂടി ഒരൊറ്റ ടിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളത് പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാറായിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.